ഓഫീസിലെത്തിയാൽ തികച്ചും ഞങ്ങൾ പക്ക ഓഫീഷ്യൽസ് മാത്രമാണ്. ഞാൻ നോക്കുന്ന വിഭാഗത്തിൽ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ കൈകടത്താൻ സമ്മതിക്കാറില്ല, എൻ്റെ മകനെയും കൈകടത്താൻ സമ്മതിക്കാറില്ല. ഫാമിലി ഗാർഡനിങ്, വെജിറ്റബിൾ കൾട്ടിവേഷൻ, ഞങ്ങളുടെ ഫാം ഹൗസിലെ കാര്യങ്ങൾ, ഇതൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കാരണം നമുക്ക് ടൈം ഷെഡ്യൂൾ, നമ്മൾ ഏതൊരാളും ശ്രദ്ധിക്കേണ്ട കാര്യം ടൈം ഷെഡ്യൂളാണ്. സത്യം പറഞ്ഞാൽ ഉടമസ്ഥൻ അച്ഛൻ തുടങ്ങിയ സ്ഥാപനം, അദ്ദേഹത്തിൻ്റെ മകനാണ് എൻ്റെ ഹസ്ബൻഡ്. അവിടെ അദ്ദേഹത്തിന് ഒരു റോളും ഞാൻ സമ്മതിക്കാറില്ല. 100% എൻ്റെ കൈകളിലൂടെയാണ് പോകുന്നത്. ന്യൂ ജനറേഷൻ എന്നുള്ളൊരു കാറ്റഗറിയിലാണ് മോൻ വന്നത്. പക്ഷേ അവൻ ഒട്ടും പഴമ കൈവിടാതെ മുറുകെ പിടിച്ചിട്ട് എല്ലാം പുതിയ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു കുട്ടിയാണ്. ഭാഗ്യമായിട്ട് ഞങ്ങൾ കാണുന്നത് RG എന്ന ബ്രാൻഡ് അറിയപ്പെട്ടത് അച്ഛൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് RG നല്ലെണ്ണയാണ്. ഞാൻ ഒരിക്കലും വിനാഗിരിയോ അല്ലെങ്കിൽ മറ്റ് പ്രിസർവേറ്റീവ്സോ ചേർക്കാതെ വെറും എള്ളെണ്ണയിൽ മാത്രമാണ് അച്ചാറുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. എണ്ണ ചൂടാക്കി ഒഴിച്ചാൽ വർഷങ്ങളോളം അച്ചാർ കേടുകൂടാതിരിക്കും. കമ്പനിക്കത് ലോസാണ്, പക്ഷേ അത് ഞങ്ങൾ കൈവിടാതെ അത് ഡെയിലി ആ പ്രൊഡക്ഷൻ ഞങ്ങൾ എടുക്കുന്നുണ്ട്. രാഷ്ട്രപതി ഭവൻ കത്തെഴുതിയത് ഇങ്ങനെയായിരുന്നു. ഞാൻ കേരളത്തിൽ കോഴിക്കോട് താമസക്കാരിയാണ്. എൻ്റെ ലൈഫിലെ ഒരു പ്രാർത്ഥനയുണ്ട്, എനിക്ക് താങ്കളെ ഒന്ന് കാണണം. 8 പതിറ്റാണ്ട് പാരമ്പര്യമുള്ള RG ഗ്രൂപ്പ് ഓഫീസിലെത്തുമ്പോൾ മാനേജിങ് ഡയറക്ടർ പോസ്റ്റിൽ, വീട്ടിലെത്തുമ്പോൾ അമ്മയും ഭാര്യയായിട്ട് മാറുന്നു. അങ്ങനെ മൾട്ടിപ്പിൾ റോൾസാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീ എന്ന നിലയിൽ അത് നിസ്സാര കാര്യമല്ല, ഭയങ്കര ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളല്ല. എന്തൊക്കെ ചാലഞ്ചസുകളും എന്തൊക്കെ പ്ലസ്സുകളാണ് ഇങ്ങനെ മൾട്ടിപ്പിൾ റോൾസ് വഹിക്കുമ്പോൾ ഉണ്ടാവാറുള്ളത്? ഒരു സ്ത്രീക്ക് മാത്രമേ മൾട്ടി ടാസ്കിനുള്ള പവറുള്ളൂ ഭൂമിയിൽ നിന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഒട്ടും ബുദ്ധിമുട്ടേ തോന്നിയിട്ടില്ല. കാരണം ചെറുപ്പത്തിൽ തന്നെ എന്നെ ഒറ്റയ്ക്കെല്ലാം ചെയ്യാനുള്ള ഒരു പരിശീലനം കിട്ടിയിരുന്നു. ഈവൻ കൊച്ചായിരിക്കുമ്പോൾ തന്നെ ഡോക്ടറെ അടുത്ത് പോലും ഞാൻ തനിയാണ് പോവാറ്. എന്നും ഒരു ത്രോട്ട് പെയിൻ വരും. അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടറുണ്ട്. നമ്മൾ സ്കൂൾ വിട്ടിട്ട് ബസ് ഇറങ്ങി തനിയെ ഡോക്ടറെ കണ്ട് വന്നതാണ്. ഇന്ന് കാണുന്ന ഒരു പ്രവണത നമ്മളെ വീട്ടിൽ പോലും എല്ലാ കുട്ടികളും സ്കൂളിൽ പാരൻസ് കൊണ്ടുപോയി വിടുകയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് LKG ആയാലും പ്ലേ സ്കൂളായാലും 9th or 10th ഏത് ക്ലാസ്സിലും ഞങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ തനിയെ ബസ് കയറി കോഴിക്കോട് പോയി പഠിച്ചു വന്നവരാണ്. അപ്പോൾ ആ ഒരു ധൈര്യം ഒരു പക്ഷേ എനിക്ക് പകർന്നു കിട്ടിയത് എൻ്റെ മാതാപിതാക്കളിൽ നിന്നായിരിക്കണം. അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഓഫീസിലെത്തിയാൽ തികച്ചും ഞങ്ങൾ പക്ക ഓഫീഷ്യൽസ് മാത്രമാണ്. ഞാൻ നോക്കുന്ന വിഭാഗത്തിൽ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ കൈകടത്താൻ സമ്മതിക്കാറില്ല, എൻ്റെ മകനെയും കൈകടത്താൻ സമ്മതിക്കാറില്ല. ഹസ്ബൻഡിനോടും മകനോടും സംസാരിച്ചപ്പം പറഞ്ഞു ഓഫീസിലെ കണിശക്കാരിയായിട്ടുള്ള മാനേജിങ് ഡയറക്ടറാണ്. അങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിലുള്ള കാരണം എന്താണ്? കാരണം എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മളെ പ്രോഡക്റ്റ് RG, അച്ഛൻ ഞങ്ങളെ കയ്യിൽ ഏൽപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് RG എന്നും അച്ഛൻ തുടങ്ങി വെച്ചതിനേക്കാൾ ഒരുപാട് ഉയരങ്ങളിൽ എന്നും ഒരു ഗോൾഡൻ ഫെദറായിട്ട് തന്നെ അത് കാണണം. അപ്പോൾ ഞാൻ പ്രൊഡക്ഷനാണ് നോക്കുന്നത്. എനിക്ക് ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഡക്ഷനിലുള്ള ഹൈജീനിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാഫിൻ്റെ ഹൈജീനിക് ആയിട്ടുള്ള അപ്രോച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്ത് എനിക്ക് ഇതല്ലാതെ വേറെ റോളില്ല. ഈ ഒരു റോളിൽ എൻ്റെ ഒരു മാസ്ക്, കണിശക്കാരി എന്നൊരു മാസ്ക് അണിഞ്ഞാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ മുമ്പിൽ നിൽക്കാറ്. RGയുടെ ഏറ്റവും വലിയ മുഖമുദ്ര പ്യൂരിറ്റിയാണ്. അതെ. ഈ പ്യൂരിറ്റി അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? നമുക്ക് വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി കൺട്രോളർ ഉണ്ട്. QC അപ്രൂവലായ പ്രോഡക്റ്റ്, QC 100% അപ്രൂവൽ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് മാത്രമേ ഞാൻ പ്രൊഡക്ഷനിലേക്ക് കൊടുക്കുകയുള്ളൂ. അതിൽ സത്യം പറഞ്ഞാൽ ഉടമസ്ഥൻ അച്ഛൻ തുടങ്ങിയ സ്ഥാപനം, അദ്ദേഹത്തിൻ്റെ മകനാണ് എൻ്റെ ഹസ്ബൻഡ്. അവിടെ അദ്ദേഹത്തിന് ഒരു റോളും ഞാൻ സമ്മതിക്കാറില്ല. 100% എൻ്റെ കൈകളിലൂടെയാണ് പോകുന്നത്. ഒരു ബിസിനസ്സിൻ്റെ ഒരു പില്ലറായിട്ട് നിൽക്കുമ്പോൾ കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ല, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അത് ശരിക്കും എൻജോയ് ചെയ്താണ്. കാരണം വളരെ ചെറുപ്പത്തിൽ വിവാഹ ജീവിതം തുടങ്ങിയവരാണ് ഞങ്ങൾ, വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ. അതുകൊണ്ട് തന്നെ അന്നത്തെ ഒരു വാല്യൂയിൽ ഒരു ഹസ്ബൻഡ്, ഇന്നാണ് വളരെ സേവ് ദ ഡേറ്റും ഫ്രണ്ട്സും ഒക്കെ, അന്ന് വളരെ ഒഫീഷ്യലി പെണ്ണ് കാണാൻ വന്ന് അങ്ങനെ വീട്ടുകാർ നിശ്ചയിച്ചൊരു കല്യാണം, വളരെ എന്താ പറയുക പരിമിതമായ ഒരു രീതികളിലൊക്കെയാണ് അന്നത്തെ ഒരു ദാമ്പത്യം തുടങ്ങിയത്. പക്ഷെ ഞങ്ങളന്നും വളരെ ചെറുപ്പമായതുകൊണ്ട് ഒരു വളരെ ഫ്രണ്ട്ലി അപ്രോച്ചായിരുന്നു. ഒരിക്കലും ഒരു അത്ര ഏജ് ആവാതെ കല്യാണം കഴിച്ചുകൊണ്ടായിരിക്കണം ആ ഒരു രീതിയിൽ ഞങ്ങളൊരു കെമിസ്ട്രി വേറെയാണ്. അപ്പോൾ എനിക്ക് അതിൽ നമ്മളെ ഫാമിലി ലൈഫും ബിസിനസ്സും തമ്മിൽ ഒരിക്കലും കൂട്ടിക്കുഴക്കേണ്ടി വന്നിട്ടില്ല.
ഫാമിലീനെ വഴിക്ക് പോകും. ബിസിനസ് ഓഫീസിലെത്തിയാൽ പിന്നെ നമ്മൾ പക്ക വീട്ടിലും ചില സമയങ്ങളിൽ നമുക്ക് പർച്ചേസിൻ്റെ കാര്യങ്ങളും വൈകുന്നേരങ്ങളിൽ ഡെയിലി ഡിസ്കഷൻ ഉണ്ടാവും. 3 അഭിപ്രായങ്ങൾ ആയിരിക്കും. വിഷ്ണു അവന് മാർക്കറ്റിങ്ങിൽ, അതായത് അത് വിൽക്കാനുള്ള ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളും സംസാരിക്കും. കോസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ അവൻ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെടും. റേറ്റ് അല്ലെങ്കിൽ എന്താ പറയുക, ഓഫേഴ്സൊക്കെ കൊടുക്കണമല്ലോ, സ്കീം വർക്കൗട്ട് ചെയ്യണം, എന്നാൽ സെയിൽ കൂട്ടുക പറ്റുകയുള്ളൂ എന്നുള്ള രീതിയിൽ അവൻ സംസാരിക്കും. അച്ഛനാണെങ്കിൽ പർച്ചേസ് ആണല്ലോ മെയിൻ. പർച്ചേസിൻ്റെ ബുദ്ധിമുട്ടുകളും പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളും സംസാരിക്കും. ഞാൻ പ്രൊഡക്ഷൻ്റെ കാര്യം സംസാരിക്കും. 3 പേരും 3 വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്നാലും ഫൈനൽ ഒരു തീരുമാനത്തിലെത്തും. ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജയവും തോൽവിയും ചാലഞ്ചസും ഒക്കെ എനിക്ക് ഭയങ്കര തിരക്ക് പിടിച്ചൊരു ജീവിതം. ഈ തിരക്ക് പിടിച്ച 3 പേരും, വീട്ടിലെ പ്രധാനപ്പെട്ട 3 പേരും 3 വലിയ റോളുകൾ വഹിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഫാമിലി ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ? നമുക്ക് സമയമുണ്ടാവും. ഞങ്ങളാരും ഒരുപാട് സീരിയലും മറ്റ് പ്രോഗ്രാമും ഒന്നും കാണാറില്ല. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തു സമയത്തിന് ഒരു വാല്യൂ വെച്ചിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കിയാൽ നമുക്ക് സമയം കിട്ടും. ഞാൻ ഏറ്റവും കൂടുതൽ സമയം എൻ്റെ കൊച്ചുമക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ അവരുടെ പാരൻസിനേക്കാളും വിഷ്ണുവിനേക്കാളും കൂടുതൽ ഞാൻ എൻ്റെ കൊച്ചുമക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങളുടെ യാത്രകൾ പോക്ക് വരവുകൾ ഒരുമിച്ചായതുകൊണ്ട് ഞങ്ങൾക്ക് കാറിൽ നിന്ന് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ സമയം കിട്ടും. ഞങ്ങൾ ഒരുമിച്ചാണ് ആഹാരം കഴിക്കുക, തിരിച്ചു വരിക ഒരുമിച്ചാണ്. അപ്പോൾ നമുക്ക് ഫാമിലി ഗാർഡനിങ്, വെജിറ്റബിൾ കൾട്ടിവേഷൻ, ഞങ്ങളുടെ ഫാം ഹൗസിലെ കാര്യങ്ങൾ, ഇതൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കാരണം നമുക്ക് ടൈം ഷെഡ്യൂൾ, നമ്മൾ ഏതൊരാളും ശ്രദ്ധിക്കേണ്ട കാര്യം ടൈം ഷെഡ്യൂളാണ്. പിന്നെ ഞങ്ങളാരും പകൽ ഉറങ്ങാറില്ല. ഫാമിലി ടൈം യാത്രകളിലൂടെയും സാധ്യമാക്കുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇതിൻ്റെ പ്ലാനിങ്ങും ആരാതിന് മുൻകൈ എടുക്കുന്നത് കൂടുതലായിട്ടും? യാത്രകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, ഇന്ത്യക്കകത്തും പുറത്തും. അപ്പോൾ കുട്ടികൾ വളരെ, അതായത് എൻ്റെ മകൻ കുഞ്ഞാവുമ്പോൾ തന്നെ ഈ യാത്രകൾ ചെയ്ത് ശീലമുണ്ട്. അത് അവൻ്റെ ലൈഫിൽ വളരെ ഗുണകരവുമായിട്ടുണ്ട്. കാരണം കൊച്ചിലെയുള്ള യാത്രകളൊക്കെ അവർക്കും യാത്രയോടുള്ള ഒരു ഇഷ്ടം കൂടി, ആ ഒരു ഇഷ്ടം ബിസിനസ് ട്രിപ്പിലേക്ക് അവൻ കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതും നമ്മൾ തന്നെ പ്ലാൻ ചെയ്യും. വർഷത്തിൽ എന്തായാലും 10 ദിവസത്തെ അവധിയെടുത്ത് നമ്മൾ 2 തവണ പോകും. ആ 2 തവണ നമ്മൾ വേറൊരു ലോകത്താണ് നമ്മൾ ജീവിക്കാറ്. ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ അതത് ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറിയാണ് ഞങ്ങൾ പോവാറ്. ആവശ്യ സമയങ്ങളിൽ മാത്രമേ അവർ, നമ്മുടെ സ്റ്റാഫും നമ്മളെ ബന്ധപ്പെടാറുണ്ട്. ആ രീതിയിലുള്ള ട്രെയിനിങ് ഞങ്ങളെ ടീമിന് കൊടുക്കാൻ പറ്റും. ഒരിക്കലും ഞാൻ സ്റ്റാഫ് എന്ന് പറയാറില്ല, ഞങ്ങളെ ഫാമിലി മെമ്പേഴ്സാണ്, കൊലീഗ്സ്. ആ ഒരു വേർഡ് യൂസ് ചെയ്യാനാണ് നമുക്കിഷ്ടം. നമ്മളെ ടീമിന് ആ ഒരു കഴിവ് നമ്മൾ എന്താ പറയുക, അങ്ങനെ ഞങ്ങൾ വാർത്തെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ടീമിനെ, ഓഫീസ് ടീമിനെ. RG ഗ്രൂപ്പിൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിലും എംപ്ലോയീസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് വളരെ രസമായിട്ടാണ്. അപ്പം അങ്ങനെ അത് ആദ്യമേ ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ആദ്യമേ തീരുമാനിച്ചുറപ്പിച്ച കാര്യമായിരുന്നു. ഞാൻ 2009 എൻട്രി ആയത്. അതുവരെ ഇത് ഫാമിലി ബിസിനസ്സായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറും ഇവരായിട്ടുള്ള ബിസിനസ്സായിരുന്നു. 2009 ഞങ്ങളെ കമ്പനി പാർട്ടിഷൻ ചെയ്തത്. അച്ഛൻ തുടങ്ങിയ സ്ഥാപനം വേറെ പാർട്ട്ണർമാർ, ബ്രദേഴ്സ്, ഫാമിലി ബിസിനസ് ആയതുകൊണ്ട് 2009 പാർട്ടിഷൻ ചെയ്യുകയും ഞാൻ എൻട്രി ആവുകയും ചെയ്തു. അന്ന് ഞാനെടുത്ത തീരുമാനമായിരുന്നു. കാരണം നമ്മൾ സ്ത്രീകളാവുമ്പോൾ കുറച്ചുകൂടി അവരുടെ ലേഡീസ് സ്റ്റാഫിനോടൊക്കെ ഫാമിലി ഡീറ്റെയിൽസും സംസാരിക്കാനും കുറച്ചുകൂടി അടുക്കാനും നമുക്ക് അവസരം കിട്ടി. അന്ന് നമ്മളെടുത്ത തീരുമാനമാണ് ഒരു ഫാമിലി കാരണം അങ്ങനെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ. നമ്മളെല്ലാ എന്താ പറയുക, ഹയറാർക്കിയും സിസ്റ്റം ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും എവറി വീക്ക് ഞങ്ങൾക്കൊരു കോഫി ഡേ ഉണ്ട്. സ്റ്റാഫ് എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഞങ്ങൾ എല്ലാ സ്റ്റാഫും ഒരുമിച്ച് ഞങ്ങൾ ട്രിപ്പ് പോകുമ്പോൾ സ്റ്റാഫിനെ മാത്രമല്ല നമ്മൾ വിടാറ്, ആ ബസ്സിൽ ഞങ്ങളും കൂടെ ഉണ്ടാവും. ഈ RG ഫാമിലിയിലോട്ട് വന്നതിന് ശേഷമാണ് ഈ ബിസിനസ്സിൽ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ആദ്യമേ ബിസിനസ് എന്നുള്ളൊരു തോട്ട് മനസ്സിലുണ്ടായിരുന്നു? എൻ്റെ അച്ഛനും ഒരു മെറൈൻ മെക്കാനിക്കും ബിസിനസ്സും നടത്തിയ ഒരാളാണ്. ബിസിനസ് ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആ വന്ന സമയത്ത് ഫാദർ ഇൻ ലോ ഉള്ള കാലത്ത് അവരുടെ കയ്യിൽ ഭദ്രമായി പോയിരുന്നൊരു ബിസിനസ്സാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 2009 ഞാൻ എൻട്രി ചെയ്തു. നെക്സ്റ്റ് ഇയർ എൻ്റെ മകൻ എൻട്രി ചെയ്തു. അവനാണ് പുതിയ ആശയങ്ങളും, കാരണം ഞങ്ങൾ ആ പഴയ സിസ്റ്റം ഫോളോ ചെയ്തു കൊണ്ടുവന്നു. ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്തു, ഞാൻ വന്നു. നെക്സ്റ്റ് ഇയറിൽ വിഷ്ണു എൻട്രി ചെയ്തപ്പോഴാണ് പുതിയ സംരംഭങ്ങളും പുതിയ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷനും മാർക്കറ്റിങ്ങും അവൻ പഠിച്ചു വന്നതിന് ശേഷമാണ് അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തത്.
പിന്നെ നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്ത് ഒരുപാട് മെഷീനറീസ് ഹൈടെക് മെക്കനൈസ്ഡ് ആ രീതിയിലേക്ക് കമ്പനി കൊണ്ടുവന്നു. അതെല്ലാം ഒരുമിച്ചെടുത്ത തീരുമാനങ്ങളാണെങ്കിലും മുൻകൈ എടുത്തത് വിഷ്ണുവാണ്. ഒരു ജനറേഷൻ ഇൻട്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ കുറേ അധികം മാറ്റങ്ങൾ കമ്പനിയിൽ ഉണ്ടാവില്ല. അപ്പോൾ മകനിൽ നിന്നുള്ള എന്തൊക്കെയായിരുന്നു മകൻ ഈ ബിസിനസ്സിലോട്ട് വരുമ്പോൾ ഒരു പ്രതീക്ഷകൾ? ന്യൂ ജനറേഷൻ എന്നുള്ളൊരു കാറ്റഗറിയിലാണ് മോൻ വന്നത്. പക്ഷേ അവൻ ഒട്ടും പഴമ കൈവിടാതെ മുറുകെ പിടിച്ചിട്ട് എല്ലാം പുതിയ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു കുട്ടിയാണ്. അത് അവന് സാധിച്ചിട്ടുണ്ട്. ഒരിക്കലും ധിക്കരിക്കുന്ന അതിപ്പം എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഫാമിലിയിൽ മോൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് അച്ഛനോ അമ്മയ്ക്കോ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ആ കുട്ടി ചെയ്യില്ല. അവിടെയാണ് ഞങ്ങളുടെ സക്സസ്. അപ്പം നമ്മൾ 3 തീരുമാനങ്ങളും 3 വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഫൈനൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഞങ്ങൾ ഒരു പോയിന്റിലെത്തും എന്നുള്ളത്. അത് അവനെ കൺവിൻസ് ചെയ്യിച്ചു കൊടുത്താൽ ഒരു പക്ഷേ അവന് ഇഷ്ടമല്ലെങ്കിൽ പോലും പലപ്പോഴും അവൻ സമ്മതിക്കാറുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ആ കുട്ടി ചെയ്യില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ബലം. ഈ ബിസിനസ്സിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഞാൻ മേൽനോട്ടം വഹിക്കാമെന്ന് സ്വയം എടുത്ത തീരുമാനമായിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെ? അല്ല, ഞാൻ എൻട്രി ചെയ്തപ്പോൾ എനിക്ക് തോന്നി കൂടുതൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ 80-85% സ്ത്രീകളാണ്. ആ പരിസരത്തുള്ള ബംഗാളി മയമില്ല. ആകെ 3 ബംഗാളികളാണ് അവിടെ ഉള്ളത്, ലോഡിങ്ങിന് വേണ്ടി മാത്രം. ബാക്കി മൊത്തം സ്ത്രീകളാണ്. ഇപ്പോൾ അക്കൗണ്ട്സിലേക്ക് ഒരു 4 മെയിൽ സ്റ്റാഫ് ഉണ്ട്. അത് മനഃപൂർവ്വം എടുത്ത തീരുമാനം? അതെ, കാരണം ആ പരിസരത്തുള്ള ആ പരിസരവാസികളായ സ്ത്രീകളാണ് ഞങ്ങളെ സ്ഥാപനത്തിലെ ജീവനക്കാർ. അപ്പോൾ അവരുടെ കൂടെ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആയതുപോലെ തന്നെ കുറച്ച് ദിവസം എനിക്ക് അവരെ കാണാതിരിക്കാൻ പോലും പറ്റില്ല. പോയി എല്ലാ ഫ്ലോറിലും പോയി എല്ലാവരോടും സ്നേഹം സംസാരം ഒക്കെ നമുക്കതൊരു വേറൊരു ഫീലാണത്. എന്താ എന്നറിയില്ല, ഞങ്ങളുടെയൊക്കെ അച്ഛൻ്റെ ഒക്കെ ചെയ്ത ഒരു സുഹൃതം കൊണ്ടായിരിക്കണം ഈ ഒരു രീതിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാപനം കൊണ്ടുപോകാൻ പറ്റുന്നു. പിന്നെ മോൻ അതിനങ്ങനെ കൂട്ടു നിൽക്കുന്നുണ്ടും, അവൻ ന്യൂ ജനറേഷനിലുള്ള കുട്ടിയാണെങ്കിലും അവൻ പുതിയ ടെക്നോളജി കൊണ്ടുവരുന്നതാണെങ്കിലും അവൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു അടിപൊളി ലൈഫ് ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ്. എങ്കിലും അവൻ എല്ലാത്തിനും കൂടെ ഉണ്ടാവും, നമ്മുടെ കൂടെ. അവനും ഈ സ്റ്റാഫിനോടും ഒരിക്കൽ നമ്മൾ അവിടെയുള്ള സീനിയറായിട്ടുള്ള അവരെയൊക്കെ വളരെ റെസ്പെക്റ്റോടു കൂടി ആണ് അവൻ കാണുന്നത്. അതൊരു പോസിറ്റീവായിട്ടുള്ള അല്ലേ. ഞാൻ ഈ സ്ഥാപനത്തിൽ എൻട്രി ചെയ്തപ്പോൾ എനിക്ക് തോന്നിയതാണ് പ്രൊഡക്ഷൻ എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരുപാട് സ്ത്രീകൾക്ക് നമുക്ക് ജോലി കൊടുക്കാം. അതിലൂടെ നമുക്ക് ഒരുപാട് ഫാമിലിക്ക് ഒരു താങ്ങും തണലും, ഒരു ദിവസത്തെ എന്താ പറയുക, അവർക്കൊരു തൊഴിൽ, ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കാം. അങ്ങനെയൊക്കെ ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. മകനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു പോയിന്റാണ്, കൊറോണ സമയത്ത് ഒരുപാട് പേര് ജോലിയില്ലാതെ വീട്ടിലിരുന്നപ്പോൾ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ വളരെ അഭിമാനത്തോടെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പോൾ വരുമാനം നിലച്ചിട്ടില്ല. അതൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു? അല്ല, ഞങ്ങൾക്ക് ഫുഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക്, കാരണം ഞങ്ങൾ 2 ജില്ലകളാണ്. ഞങ്ങളുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഞങ്ങൾ കോഴിക്കോട് താമസക്കാരാണ്. അതുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പെർമിഷൻ എടുത്ത് ഞാനും മകനും തന്നെ മിക്ക ദിവസം പ്രൊഡക്ഷനിൽ നമ്മളിവിടുന്ന് ഡ്രൈവ് ചെയ്ത് പോകും. പോലീസ് പിടിക്കുമ്പോഴൊക്കെ ഈ ID കാർഡ് കാണിച്ചു കൊടുത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് നമ്മൾ ആ സമയങ്ങളിൽ ഞങ്ങൾ അവിടെ എത്തിച്ചേരുന്നത്. എന്നാലും അഭിമാനമായിരുന്നു നമ്മൾക്ക്. ഒട്ടും നമുക്ക് ഒരു പാനിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കോവിഡ് ടൈമിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഫുഡ്സ് വിഭാഗമായതുകൊണ്ട് തന്നെ. ഇപ്പം RG ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എണ്ണയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ കേൾക്കുമ്പോൾ വീട്ടിലെ ഉപയോഗത്തിന് എന്നുള്ള ഉപരി ഈ എണ്ണയുടെ മാർക്കറ്റ് എങ്ങനെയാണ്? നല്ലെണ്ണയുടെ മാർക്കറ്റ്? നല്ലെണ്ണ പണ്ട് കാലം തൊട്ടിട്ട് നമ്മുടെ നാട്ടിൽ നല്ലെണ്ണ ഉപയോഗിച്ചത് കുളിക്കാൻ, ക്ഷേത്രങ്ങൾ, അങ്ങനെ പാചകത്തിന് തമിഴ് പീപ്പിളാണ്, അതായത് തമിഴ് ആൾക്കാരാണ്, തമിഴ്നാട്ടുകാരാണ് നല്ലെണ്ണ പാചകത്തിന് യൂസ് ചെയ്തിരുന്നത്. നമ്മൾ കേരളീയർ കൂടുതലും വെളിച്ചെണ്ണയിൽ തന്നെയായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. അച്ഛനുള്ള കാലത്ത് വെളിച്ചെണ്ണയും കൂടി നമ്മൾക്കുണ്ടായിരുന്നു. പിന്നെ മിക്ക റെസിപ്പീസും നിങ്ങൾ നോക്കൂ, നല്ലെണ്ണയിലാണുള്ളത് ധാരാളം. കാരണം ഹൈ വിറ്റമിൻ ഇ ആണ് കണ്ടൻറ്റ് നല്ലെണ്ണയിലാണുള്ളത്. ഒരുപാട് റെസിപ്പീസ് ഉണ്ട് നല്ലെണ്ണയിൽ. ആയുർവേദത്തിന് ഉപയോഗിക്കുന്നു, മറ്റ് സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരുപാട് വിറ്റമിൻ ഇ കണ്ടൻറ്റ് എടുക്കുന്നതിന് വേണ്ടി. എള്ള് ഒരുപാട് ഫുഡ് ഐറ്റംസിന് വേണ്ടി, ഏത് ഫുഡ് പ്രോപ്പർട്ടി എടുത്താലും എള്ളിൻ്റെ ഒരു സാന്നിധ്യം. ഇപ്പോഴത്തെ പുതിയ ജങ്ക് ഫുഡിലെല്ലാം എള്ള് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് കാണാം.
നമുക്ക് ഒരു ഫ്യൂച്ചറിൽ എന്നും നിലനിൽക്കുന്ന ഒരു ബിസിനസ് എന്ന് നമ്മൾക്ക് തോന്നുന്നത്, ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നത്, അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് എള്ളെണ്ണയാണ്. കേരവൃക്ഷങ്ങളുടെ നാടാണ് കേരളം. കുറേയധികം തെങ്ങുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നമ്മളെ ഇവിടുന്ന് കോക്കനട്ട് ഓയിൽ എന്നുള്ളത് മാറി നല്ലെണ്ണയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാരണം നല്ലെണ്ണയുടെ ഈ ഗുണങ്ങളൊക്കെ തന്നെയായിരുന്നു. അച്ഛൻ തുടങ്ങിയത് ആദ്യം നല്ലെണ്ണയാണ്, പിന്നെയാണ് അച്ഛന് വെളിച്ചെണ്ണ തുടങ്ങിയത്. അപ്പം നല്ലെണ്ണയാണ് നമ്മൾക്ക് ഒരു പക്ഷേ എങ്ങനെയോ അത് ഒത്തുപോകുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കാണുന്നത് RG എന്ന ബ്രാൻഡ് അറിയപ്പെട്ടത് അച്ഛൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് RG നല്ലെണ്ണയാണ്. അന്ന് എള്ളെണ്ണ തെക്കൻ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നല്ലെണ്ണയാവും, നമ്മളെ മലബാർ ഏരിയ ആകുമ്പം എള്ളെണ്ണയാവും. അതുകൊണ്ട് ഞങ്ങളുടെ മനസ്സിലും RG എന്ന് പറഞ്ഞാൽ ഒരു എള്ളെണ്ണ അല്ലെങ്കിൽ നല്ല എണ്ണ എന്ന ഒരു പേരിലാണ് ഞങ്ങളെ മനസ്സിലും പബ്ലിക്കിൻ്റെ മനസ്സിലും. പിന്നെ അതിനോട് കൂടി കുറേ പ്രോഡക്റ്റ്സ് ഇപ്പം നമ്മൾ ആഡ് ഓൺ ചെയ്തു. മലയാളികൾക്ക് കൂടുതലും യൂസ്ഡ് കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ ഈ കോക്കനട്ട് ഓയിലിന് വിഭിന്നമായിട്ട് നല്ലെണ്ണയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. എന്ത് നോൺ വെജും നല്ലെണ്ണയിൽ, ഇപ്പോൾ തമിഴ് സ്റ്റൈലിലാണെങ്കിൽ ഈ മീൻ കുളമ്പ് എന്നൊക്കെ പറയുന്നത് കേടുകൂടാതിരിക്കും. നമ്മൾ പണ്ട് കാലം തൊട്ടേ നമ്മളെ കേരളത്തിൽ ഏത് ഉച്ചയൂണിനും ഒഴിവാക്കാൻ പറ്റാത്തതാണ് അച്ചാർ. ഞാൻ ഒരിക്കലും വിനാഗിരിയോ അല്ലെങ്കിൽ മറ്റ് പ്രിസർവേറ്റീവ്സോ ചേർക്കാതെ വെറും എള്ളെണ്ണയിൽ മാത്രമാണ് അച്ചാറുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. എണ്ണ ചൂടാക്കി ഒഴിച്ചാൽ വർഷങ്ങളോളം അച്ചാർ കേടുകൂടാതിരിക്കും. അതൊരു ഭയങ്കര പ്രിസർവേറ്റീവ് കണ്ടൻറ്റ് കൂടിയാണ്. അതാണ് അതിനുള്ളൊരു പ്രത്യേകത. നമുക്ക് പാചകത്തിന് ഏത് വീട്ടിൽ അച്ചാറിടാത്തത്? ഒരിക്കലും വെളിച്ചെണ്ണയിൽ ആരും അച്ചാറിടില്ല. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നല്ലെണ്ണയ്ക്കുണ്ട്. ഇപ്പോൾ ഫുഡ് പ്രോഡക്റ്റുകളുടെ മാത്രമല്ല എണ്ണയുടെ ബേസ്, ആയുർവേദിക് പ്രോഡക്റ്റുകളിലും എണ്ണ ഒരു പ്രധാനപ്പെട്ട ഒരു ബേസാണ്. അപ്പോൾ ഈ RG ഗ്രൂപ്പിൻ്റെ അതിലെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് ഈ ആയുർവേദിക്? ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം, ഏറ്റവും ഇന്ത്യയിൽ തന്നെ പ്രസിദ്ധമായൊരു ആയുർവേദമാണ് കോട്ടക്കൽ ആയുർവേദശാല. ഇപ്പം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ട്രസ്റ്റി, അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള ബാക്കി പാരമ്പര്യമായിട്ട് കൊണ്ടുപോകുന്ന സ്ഥാപനം വളരെ ഫേമസ് ആണ്. ഒരു സീസണിൽ ബുക്കിംഗ് പോലും അവിടെ ഉണ്ടാവാറില്ല ട്രീറ്റ്മെൻറ്റിന്. ആ കോട്ടക്കൽ ആയുർവേദശാലയിൽ ഇൻറ്റേർണൽ മെഡിസിനുള്ള ഒരു 80% എണ്ണയും സപ്ലൈ ചെയ്യുന്നത് ഞങ്ങളാണ് എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനം തരുന്ന ഒരു കാര്യമാണ്. അച്ഛനുള്ള കാലം തൊട്ട് തന്നെ എത്രയോ വർഷങ്ങളായിട്ട്, 40-40 വർഷങ്ങളായിട്ട് ഞങ്ങൾ കോട്ടക്കൽ ആയുർവേദശാലയുടെ സപ്ലൈസാണ്. ശാന്തിഗിരി, അങ്ങനെ ഒരുപാട് ഫേമസ് ആയുർവേദങ്ങളിൽ ഞങ്ങളുടെ എണ്ണകൾ മാത്രം തിരഞ്ഞു വരുന്നവരുണ്ട്. പിന്നെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പുതിയ ക്ഷേത്ര പുനർനിർമ്മാണ സമയങ്ങളിലൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണ് കൊടിമരം. ഒരു മരുന്ന് കഷായത്തിൽ അവർ സോക്ക് ചെയ്തിട്ട്, അതായത് ഇത്ര ദിവസം പൂജാവിധികളോടെ ചെയ്തിട്ടാണ് ആ കൊടിമരം സ്ഥാപിക്കുക. അതിലൊക്കെ ശുദ്ധമായ എള്ളെണ്ണ തന്നെ വേണം. ഞങ്ങളടുത്ത് മാത്രമേ അത് ഉള്ളൂ കേരളത്തിൽ. നമ്മളടുത്താണ് കൂടുതൽ ആൾക്കാർ. ഇന്നും ഞങ്ങൾ അച്ഛൻ തുടങ്ങി വെച്ച മരച്ചക്ക് നമ്മൾക്ക് ഇപ്പോഴില്ല, പക്ഷേ റോട്ടറി ചക്ക് ഞങ്ങളുടെ കമ്പനിയിൽ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കമ്പനിക്കത് ലോസാണ്, പക്ഷേ അത് ഞങ്ങൾ കൈവിടാതെ അത് ഡെയിലി ആ പ്രൊഡക്ഷൻ ഞങ്ങൾ എടുക്കുന്നുണ്ട്. റോട്ടറി സാധാരണ ചില ബ്രാൻഡുകൾ നമ്മുടെ നാട്ടിൽ വിൽക്കുമ്പോൾ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒന്നും പുറം രാജ്യങ്ങളിൽ വിൽക്കുമ്പോൾ ക്വാളിറ്റി ഭയങ്കരമായിട്ട് അഷ്യൂർ ചെയ്യുന്ന ഒരു സിസ്റ്റം, ഒരു രീതിയുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ലെണ്ണ, RGയുടെ നല്ലെണ്ണ എവിടെ നിന്ന് മേടിച്ചാലും ഒരേ ക്വാളിറ്റിയാണ്, ഒരേ നമ്മളെ നാട്ടിലുള്ളവർ തന്നെയല്ലേ വിദേശത്തും പോകുന്നത്. നമ്മളെ നാട്ടിലുള്ളവരും വിദേശത്തുള്ളവരും ഒരേ മനുഷ്യാത്മാക്കളല്ലേ. അപ്പം അത് നമ്മളൊരിക്കലും ഞങ്ങൾ ചെയ്യാറില്ല. എവിടെ നിന്ന് എടുത്താലും നമുക്ക് ഒരേ ബ്രാൻഡ്. പാക്കിങ്ങിൽ ചില വ്യത്യാസങ്ങളുണ്ടാകും, പാക്കിംഗ് ക്രൈറ്റീരിയ മാറും. എക്സ്പോർട്ട് ആയതുകൊണ്ട് നമുക്ക് കണ്ടെയ്നറിൽ യാത്ര ചെയ്യാൻ അല്ലേ കൊണ്ടുപോകുന്നത്. ആ സമയങ്ങളിൽ നമുക്ക് ബോട്ടിലിൻ്റെ തിക്നെസ് അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ വരും. അത് വ്യക്തമാക്കി തന്നെ ഞാൻ പറഞ്ഞു തരികയാണ്. കാരണം പിന്നെ നമ്മൾ പ്രൈവറ്റ് ലേബിളിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പല ബ്രാൻഡുകൾക്കും. അപ്പോൾ അവരാണ് ഞങ്ങൾക്ക് അവരുടെ പാറ്റേൺ തരിക. ആ രീതിയിൽ നമ്മൾ പാക്ക് ചെയ്യും. പക്ഷേ നമ്മൾ ഫുഡ് പ്രോഡക്ട്സിന് നമ്മുടെ എന്താ പറയുക, നമ്മൾ കഴിക്കുന്ന ആഹാരം ശുദ്ധി ഉള്ള ഒരു സപ്ലൈ തന്നിട്ടില്ലെങ്കിൽ നമുക്കത് വിഷമമാവില്ല. ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കും. എണ്ണയിൽ നിന്ന് തുടങ്ങിയപ്പോൾ ഒരുപാട് പ്രോഡക്റ്റുകളിലേക്ക് വ്യാപിക്കുകയാണ്. അപ്പോൾ ഓരോ തവണ ഓരോ പ്രോഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്രോഡക്റ്റുകളൊക്കെ തിരഞ്ഞെടുപ്പ് ആരൊക്കെ ചേർന്നത്? ക്വാളിറ്റി ഞാൻ തന്നെ എത്രയോ തവണ ട്രയൽ എടുത്ത് ടേസ്റ്റ് ചെയ്തിട്ടാണ് ഒരു അപ്രൂവൽ കൊടുക്കുന്നത് ഞാൻ. അത് വിഷ്ണു മകൻ ഏത് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിലും ഒരുപാട് സാമ്പിൾസ് കൊണ്ടു തന്നു. അത് കുക്ക് ചെയ്തു
അതിൽ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് പാചകം വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എൻ്റെ ടേസ്റ്റ് ബഡ്സിലും പെട്ടെന്ന് കിട്ടും. എൻ്റെ മൂക്കിലും എൻ്റെ മണം എനിക്ക് കറക്റ്റ് പറയാൻ പറ്റും. പാചകത്തോടുള്ള ആ താല്പര്യം ഞാൻ ഓൾ കേരള ലെവലിൽ ഒരുപാട് ഷെഫുമാരുടെ കൂടെ വിധി നിർണ്ണയത്തിനൊക്കെ പോകുന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവും അത് നന്നായി പാചകം ചെയ്യുന്നത് കൊണ്ടും പോരായ്മകളും നന്മകളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവന് ഫൈനൽ അപ്രൂവൽ അവൻ്റെ അമ്മയുടെ അടുത്ത് തന്നെ വേണം. ഈ കുക്കിങ്ങിനോടുള്ള ഈ പാഷനാണ് ഈ പ്രോഡക്റ്റുകളുടെ എണ്ണത്തിനും കൂടുതൽ വർധനവിന് കാരണമാവുന്നത്. വിഷ്ണു ആവശ്യപ്പെടും, എനിക്ക് അത് മാർക്കറ്റിൽ പോകും തോന്നിയാൽ ഓക്കെ പറയും, അപ്പോൾ അത് മാർക്കറ്റിൽ വരും. ഈ ബിസിനസ് അല്ലാണ്ട് വേറെ ഏതൊക്കെ മേഖലകളാണ് കൂടുതൽ താല്പര്യം, പാഷനേറ്റ് ആയിട്ടുള്ള കുക്കിംഗ് കൂടാതെ വേറെ? വായനയും ഫ്ലോറിക്കൾച്ചർ. പണ്ട് ഫ്ലോറിക്കൾച്ചറിലായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ്. 1998 സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയതാണ്. പിന്നെ പതിയെ ഒരുപാട് ഹാർഡ് വർക്ക് അതിന് വേണം. ഹാർഡ് വർക്ക് മീൻസ് കെമിക്കൽസൊക്കെ വേണം, പെസ്റ്റിസൈഡ്, ഫംഗിസൈഡ്. പിന്നെ കുഞ്ഞുമക്കളൊക്കെ ആയപ്പോൾ ഈ ഫംഗിസൈഡിൻ്റെ ഒക്കെ നമ്മളെ പ്രോപ്പർട്ടിയിൽ നമ്മൾ താമസിക്കുന്ന പരിസരത്ത് ഈ ഫംഗിസൈഡും പെസ്റ്റിസൈഡും സ്പ്രേ ചെയ്യുമ്പോൾ കുട്ടികൾക്കത് ദോഷമാവുമല്ലോ. നമ്മൾക്ക് പൂന്തോട്ടം നിലനിർത്തണമെങ്കിൽ ഇന്നത്തെ കാലത്ത് അവർ നമ്മളെക്കാൾ അതിജീവനം ആയി വന്നവരാ. എല്ലാ പുഴുക്കളും എന്ത് സ്പ്രേ ചെയ്താലും അവർ പിറ്റേ ദിവസം എഴുന്നേറ്റ് വരും. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് കുറച്ച് മാറ്റി പച്ചക്കറി കൃഷി വീട്ടിൽ എല്ലാ ദിവസവും നമ്മളെ തോട്ടത്തിൽ നിന്നും പറിച്ച ഒരു പച്ചക്കറി നമ്മളെ വീട്ടിൽ മസ്റ്റാണ്. 2-3 ഐറ്റം ഡെയിലി. നമ്മൾ കോഴിക്കോട് ശൈലിയിൽ പറഞ്ഞാൽ ഉപ്പേരി അല്ലെങ്കിൽ തോരൻ എന്ന് പറയും. അതൊരിക്കൽ ഞങ്ങൾ പുറമേ നിന്ന് വാങ്ങുന്നത് ക്യാബേജ് അങ്ങനെ സീസൺ അല്ലാത്ത സമയത്ത് മാത്രം നമ്മൾ പുറമേ നിന്ന് വാങ്ങാറുള്ളൂ. ക്യാബേജ്, കോളിഫ്ലവർ വരെ നമ്മളെ വീട്ടിൽ സീസൺ ആകുമ്പോൾ ഉണ്ടാക്കും. എല്ലാ പച്ചക്കറികളും ഉണ്ടാക്കും. അതുകൊണ്ട് എന്താണ് ഞങ്ങളുടെ ഫാമിലിയിൽ നമുക്ക് ഓരോ ദിവസവും നമ്മൾ സെർവ് ചെയ്യുമ്പം എൻ്റെ ഹസ്ബൻഡിനായാലും എൻ്റെ മകനായാലും എൻ്റെ കുഞ്ഞുമക്കൾക്കായാലും അറിയാം അത് അച്ഛമ്മയുടെ തോട്ടത്തിലുള്ളതാണ്. അപ്പോൾ അത് കഴിച്ചിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു വെജിറ്റബിൾസ് നമ്മളെ വീട്ടിൽ തന്നെ നമ്മുടെ ആഹാരം നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിൽ ഡെയിലി വീഴും. അല്ലെങ്കിൽ നമ്മൾ ഇത് വേണ്ട, ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ലേ എന്നൊരു ഫീല് വരുമ്പം നമ്മൾക്കൊരു ഹെൽത്തി ഫാമിലിയല്ലേ വേണ്ടത്. അതിന് ഈ നമ്മുടെ നിത്യജീവിതത്തിൽ കൊച്ചു കൊച്ചു കൃഷികൾ കൂടി നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഡെയിലി വരും, ഡെയിലി. ഒന്നില്ലെങ്കിൽ എന്തൊക്കെ വിഭവങ്ങളുണ്ട് നമ്മൾക്ക്. ഒരിക്കലും ഒരു കറിവേപ്പില അങ്ങനത്തെ ഒന്നും നമ്മൾ പുറമേ നിന്ന് എടുക്കില്ല. അപ്പോൾ നമുക്കതൊക്കെ അത് സെർവ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവും, അയ്യോ കളയിലെ മക്കളെ അത് കഴിക്കണം, വീട്ടിലുണ്ടാക്കിയതാണ്. അല്ലെങ്കിൽ നമ്മൾ പറയും അയ്യോ വേണ്ട അതിൽ പോയ്സൺ ഉണ്ടാവും, തമിഴ്നാട്ടിൽ നിന്ന് വന്നാന്ന്. അങ്ങനെ ഒരു വാക്ക് നമ്മളെ വീട്ടിൽ ഇതുവരെ ഉപയോഗിക്കേണ്ടി വന്നില്ല, ആ വേർഡ് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതും നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഒരു ഫാമിലി, ഞങ്ങളിപ്പോൾ ജോയിൻറ്റ് ഫാമിലി എന്ന് പറയാം, ഞങ്ങൾ 6 പേരാണ്. ഞങ്ങൾ കുഞ്ഞുമക്കൾക്ക്, അതായത് വിഷ്ണുവിൻ്റെ കൊച്ചുമക്കൾക്ക് അവരുടേതായ ഇഷ്ടങ്ങൾക്കും അതിൻ്റേതായ ഡിസ്കഷനും അവരുടെ കാര്യങ്ങൾ പറയാൻ ഞങ്ങൾ സമയം കൊടുക്കാറുണ്ട്. എന്ത് കാര്യങ്ങളും ഞങ്ങൾ ഒരു ഓപ്പൺ ചർച്ചയാണ്. അല്ലാതെ നമ്മൾ പലപ്പോഴും നിങ്ങളിപ്പോൾ ഞങ്ങൾ വലിയവൾ സംസാരിക്കുക, അങ്ങനെ ഒരു സബ്ജക്റ്റ് ഞങ്ങളെ വീട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. തുറന്ന ചർച്ചകളാണ് ഞങ്ങളെ വീട്ടിൽ, വരാന്തയിൽ, രാത്രി, അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിലായാലും. പലപ്പോഴും പല സ്ഥലത്തും ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കുട്ടികൾ മാറി അങ്ങനെ ഒരു വിഷയം വേണ്ട എന്നാണ്, അതിൻ്റെ ആവശ്യമില്ല. ഊൺമേശയിലായാലും വൈകുന്നേരത്തെ ചായ സൽക്കാരത്തിലായാലും ഗസ്റ്റ് വന്നാലും എല്ലാം നമ്മൾ ഒരുമിച്ചാണ്. അതൊക്കെയാണ് നമ്മുടെ ഒരു ബിസിനസ്സുകാരന് ഉയർച്ച വേണമെങ്കിൽ ഫാമിലിയിലുള്ളൊരു കോൺക്രീറ്റ് ബിൽഡ് ചെയ്ത് വരണം. ഇതുപോലെ ബിസിനസ്സും ഫാമിലിയും ഒരുപോലെ ബാലൻസ് ചെയ്യാൻ കഴിയുമോ എന്ന് ഉള്ളൊരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു പേടി കൊണ്ട് ഒരുപാട് സ്ത്രീകൾ ബിസിനസ്സിലോട്ട് ഇറങ്ങാതെ ഇരിക്കുന്നുണ്ട്. ബിസിനസ് പാഷനേറ്റ് ആയിട്ടും അങ്ങനെയുള്ള സ്ത്രീകളോട്, ബിസിനസ് സ്വപ്നം കാണുന്ന സ്ത്രീകളോട് അല്ലെങ്കിൽ യുവാക്കളോട് എന്താണ് പറയാനുള്ളത്? സാക്രിഫൈ ചെയ്യാന്ന് പറയില്ലേ, നമ്മളതിൽ കുറേ ഇഷ്ടങ്ങൾ നമ്മൾ മാറ്റിവെക്കണം. ഇപ്പോൾ എനിക്ക് ചീത്ത സ്വഭാവങ്ങളുണ്ടാവും, എൻ്റെ ഹസ്ബൻഡിനുണ്ടാവും, എൻ്റെ മകനുണ്ടാവും, എൻ്റെ മകൾക്കുണ്ടാവും, മകൾ വിഷ്ണുവിൻ്റെ വൈഫിന്, മകൻ. പക്ഷേ അത് നമ്മളെ ബാധിക്കാത്തതാണെങ്കിൽ നമ്മളതിൽ കടിച്ച് തൂങ്ങണ്ടല്ലോ. അപ്പോൾ എനിക്ക് നെഗറ്റീവ്സ് ഉണ്ടാവും. 100% പോസിറ്റീവായിട്ടുള്ളൊരു ലേഡിയൊന്നുമല്ല ഞാൻ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം, തുറന്ന ചർച്ചകൾ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ തലയിൽ കൊടുത്തിട്ട് അതിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് എന്താ പറയുക, അതെവിടെ എത്തില്ല.
നമ്മൾ പുതിയ സ്വപ്നങ്ങൾ കാണുക, പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. ഓരോ കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലൂടെ അത് സ്വീകാര്യത ഉണ്ടോ എന്ന് ചോദിക്കുക. അല്ല ഇതാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാതിരിക്കുക. അങ്ങനെ പിന്നെ ചിലരുടെ ചില ആൾക്കാരുടെ മാത്രം സ്വഭാവങ്ങളും പല രീതിയിലായിരിക്കുമല്ലോ. പിന്നെ ഞങ്ങളെ വീട്ടിലെല്ലാവരും ബോധത്തോടെ ഇരിക്കുന്ന ഒരാൾക്കാരാണ്. ആരും ഒരുപാട് എന്താ പറയുക, മറ്റ് ലഹരികൾക്ക് അടിമയല്ല ഞങ്ങളെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ. ലഹരി വസ്തുക്കൾ ഞങ്ങളെ കോമ്പൗണ്ടിലേക്ക് കയറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചർച്ചകൾക്കും എന്താ പറയുക, ഒരു പച്ചപ്പുണ്ടാവും. മനസ്സിലായില്ലേ? നമ്മൾ പലതിനും അടിമയാവുമ്പോഴാണല്ലോ നമ്മൾക്ക് ഒരു പെട്ടെന്നൊരു തീരുമാനം എന്നെടുക്കണം എന്ന് പറയാം. ഒരു എക്സാമ്പിൾ അപ്പം പറയും, അയ്യോ അച്ഛൻ നല്ല ഫിറ്റാണ്, നാളെ ആക്കാമെന്ന് പറയാം. പക്ഷെ പല ഫാമിലിയിലും കാണുന്ന കാര്യങ്ങളാണ്. അപ്പം നാളെ ആകുമ്പോഴത്തേക്ക് ആ ഒരു കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു വെയിറ്റും ഒക്കെ നഷ്ടപ്പെടും. ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ഒരു ഇഷ്യൂ നമ്മളെ വീട്ടിലില്ല. ഞങ്ങളെ ചർച്ചകൾ, തുറന്ന ചർച്ചകൾ, എന്നും പച്ചയോടെയുള്ള ചർച്ചകൾ, അതായിരിക്കണം ഒരു പക്ഷേ ഞങ്ങളെ ഫാമിലിയിൽ ഇത്രയും ഒരു സ്ട്രോങ് എന്താ പറയുക പില്ലറായിട്ട് നമ്മുടെ ഈ RG എന്ന പ്രസ്ഥാനം കൊണ്ടുപോകാനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും പറ്റുന്നത്. RGയുടെ ഈ ലെഗസിയുടെ പിന്നിലുള്ള രഹസ്യം ഈ ഒരു പച്ചപ്പ് നിറഞ്ഞ. പിന്നെന്താ, ഞങ്ങളുടെ ജീവിതേ പച്ചപ്പാണ്. ഞങ്ങൾക്ക് രാവിലെ ഉണർന്നാൽ പച്ചപ്പ് കാണണം. എന്താ പറയുക, കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് സംസാരിച്ചതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ മകനെയും എൻ്റെ കുഞ്ഞു മക്കളെയാണ് എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചോ എൻ്റെ മകളെക്കുറിച്ചോ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം കുട്ടികൾ ഒരു മരം മുറിക്കാൻ എൻ്റെ കുഞ്ഞുമക്കൾ സമ്മതിക്കില്ല. വേണ്ട ചുമ്മാ അത് അവിടെ നടണം, ട്രീസ് നടണം, അത് നടണം. കാരണം അവർക്കും ഈ ഒരു ആവേശം അവരുടെ ബ്ലഡിലുണ്ട്. അത് ഞങ്ങളിൽ നിന്ന് പകർന്നു കിട്ടിയതായിരിക്കണം. അവർക്ക് എല്ലാ ജീവികളോടും സ്നേഹമാണ്, സഹജീവികളോട് സ്നേഹമുള്ള കുട്ടികളാണ്. അങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. അത് നമ്മളെ മാതൃകയായിരിക്കണം. അത് പാവങ്ങളെ സഹായിക്കുക. അപ്പം നമ്മളെ വീട്ടിൽ ഏതൊരു ചടങ്ങുകളോ ഒരു പിറന്നാളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന കുറച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. ഞങ്ങളെ പരിസരത്ത് തന്നെ ഉണ്ട്. അവരെ നമ്മൾ വിളിച്ചു വരുത്തും. കുഞ്ഞു മക്കളെ കൊണ്ട് ഞാൻ അവർക്ക് സാധനങ്ങൾ കൊടുപ്പിക്കും. വസ്ത്രങ്ങളോ അല്ലെങ്കിൽ കാശോ പഠന സാമഗ്രികളോ അങ്ങനെ പല സാധനങ്ങളും അതിൽ ഇവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട് നമ്മൾ. അപ്പം അത് നാളെ അവർക്കത് ചെയ്യാൻ പറ്റും. അത് ഞങ്ങളെ പാരൻസിൻ്റെ ഇരുന്ന് കിട്ടിയതാണ്. ഞങ്ങൾക്ക് സംസാരിച്ചതിൽ നിന്ന് പറഞ്ഞു, ഒരു കൈ നമ്മളൊരു സഹായം കൊടുക്കുമ്പോൾ ഒരു കൈ കൊടുക്കുന്ന മറ്റൊരു കൈ അറിയരുതെന്നാണല്ലോ. അപ്പോൾ RG ഗ്രൂപ്പ് നടത്തുന്ന ആക്ടിവിറ്റീസ് അങ്ങനെ പരസ്യപ്പെടുത്താറോ അങ്ങനെ ഒന്നുമില്ല. ഇപ്പം ഞാൻ ചെയ്ത പല കാര്യങ്ങളും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പോലും പറയാറില്ല. കാരണം നമ്മൾക്ക് എനിക്ക് കിട്ടിയത് എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് ഫ്രീഡം തരുന്ന ഒരാളാണ്. കാരണം എന്നോട് നോ ഒന്നിനും പറയാറില്ല. നോ പറഞ്ഞാൽ ഞാൻ അനങ്ങാറുമില്ല. കാരണം എനിക്ക് ഇവിടെ പോകണമെങ്കിൽ നമുക്കിപ്പം പല സ്ത്രീകളും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം ഇന്നില്ല. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ പെർമിഷൻ എടുത്തിട്ട് വേണം പോകാൻ. അങ്ങനെയൊന്നുമില്ല. ഇപ്പം കാശാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ജോലിക്കൊരു ലേഡി വന്നു, ഒരു വീട്ടു ജോലിക്ക് തുണി കഴുകാൻ. അപ്പോൾ അവരെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന സമയത്ത് പോകണം, 2 മണിക്കൂർ. ഞാൻ ചോദിച്ചു അത് ബുദ്ധിമുട്ടാണ്. അല്ല, ഹസ്ബൻഡ് അറിയാതെയാണ് ഞാൻ വരുന്നത്. എന്താ കാരണം? അങ്ങേർക്ക് ഇഷ്ടമല്ല ജോലിക്ക് പോകുന്നത്. ഞാൻ മദ്യപിക്കോ ഇല്ല, വേറെ മറ്റു ദ്രോഹങ്ങളുണ്ടോ ഇല്ല. പക്ഷെ എന്താ, ഒരു കയ്യിൽ ഒരു 10 പൈസ തരില്ല. കയ്യിൽ അങ്ങേരെല്ലാം തരും, അദ്ദേഹം വസ്ത്രം വാങ്ങി കൊടുക്കും, ആഹാരം കൊടുക്കും. പക്ഷെ കയ്യിലൊരു 10 പൈസ കൊടുക്കില്ല. അപ്പം നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ഫ്രീഡം ഉണ്ട്. എന്തും ഈ പ്രോപ്പർട്ടി ഫുൾ സൈൻ ചെയ്യാനുള്ള റൈറ്റ് എനിക്ക് അദ്ദേഹം തന്നു വെച്ചിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡ്. അദ്ദേഹമല്ല ഒരു പേയ്മെൻറ്റ് അദ്ദേഹമല്ല സൈൻ ചെയ്യാറ്. എല്ലാ സൈനിങ്ങും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് തന്നിട്ടുണ്ട്. അതാണ് ഞങ്ങൾ തമ്മിലൊരു വിശ്വാസം. നിങ്ങൾ ചോദിച്ചല്ലോ, ഇത് കുടുംബജീവിതത്തിൽ ബിസിനസ് ആണെങ്കിൽ ഞാൻ ദൂർത്തടിക്കുന്ന ഒരു ഭാര്യയാണെങ്കിലോ, അപ്പോൾ എനിക്കിപ്പോൾ എത്ര വേണമെങ്കിലും ചെക്ക് എഴുതി കൊടുക്കുകയോ പേയ്മെൻറ്റ് എടുക്കുകയോ ഒക്കെ ചെയ്യാം. സ്റ്റാഫ് ചോദിക്കില്ലല്ലോ. ഞാൻ രാവിലെ പോയി അത് തീർത്ത് വന്നാലോ. പരസ്പര വിശ്വാസം, സ്നേഹം, റെസ്പെക്റ്റ്. നമ്മൾ ഫാമിലി മെമ്പേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അതാണ് നമ്മളെ ഈ ഫാമിലി ബിസിനസ്സും കുടുംബജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് നെടുന്തൂണായി നിൽക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നമ്മളെ ജീവിതത്തിൽ ഒരുപാട് പേര് ഒരുപാട് ജീവിതങ്ങൾ നമ്മളെ സ്വാധീനിക്കും. അങ്ങനെ എന്തെങ്കിലും വ്യക്തിത്വങ്ങൾ ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. ഞാൻ ഏറ്റവും അധികം എന്നെ സ്വാധീനിച്ചൊരു വ്യക്തിയാണ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ ഭാരതത്തിൻ്റെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ച APJ അബ്ദുൽ കലാം സാർ. കാരണം ഈ ലോകത്തിൽ മുഴുവൻ ഇന്ത്യയുടെ പേര് വാനോളം ഉയർത്തിയൊരു മഹത് വ്യക്തി. ഞാൻ ഭാഗ്യവതിയാണ് ആ കാര്യത്തിൽ. കാരണം അദ്ദേഹത്തിന് എന്നെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. കേരളത്തിൽ ഒരു സാധാരണ അന്ന് ഞാൻ ബിസിനസ്സിൽ എൻട്രി ആയിട്ടില്ല. ഒരു വീട്ടമ്മ എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്നെ വ്യക്തമായി അറിയാമായിരുന്നു എന്നതുള്ളതാണ് എൻ്റെ ഒരു ചെറിയ അഹങ്കാരം. അതുകൊണ്ടാവുമല്ലോ ഒരു മനുഷ്യന് അഭിമാനം, അഹങ്കാരം, ഇങ്ങനെ ഒരുപാട് തലങ്ങളുണ്ടല്ലോ. വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ റിയൽ ലൈഫിലെ ഹൗ ഓൾഡ് ആർ യുലെ കഥാപാത്രത്തിനേക്കാളും മുമ്പ് പ്രസിഡന്റിനെ കാണാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയാണ്. അതെങ്ങനെയായിരുന്നു ആ ഒരു സംഭവം? തീർച്ചയായും ഒരു പക്ഷേ ഞാൻ ഈ കഥ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമ എൻ്റെ ഒരു കഥയായി മാറുമായിരുന്നു. ഞാൻ ഒരിക്കൽ ഒരു കത്തെഴുതി. എനിക്ക് അദ്ദേഹത്തിൻ്റെ വിങ്സ് ഓഫ് ഫയർ എന്ന അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകം എന്നെ വളരെയധികം ആകർഷിച്ചൊരു പുസ്തകമാണ്. അങ്ങനെ ഞാൻ ഒരിക്കൽ ഒരു കത്തെഴുതി അദ്ദേഹത്തിന്, APJ അബ്ദുൽ കലാം, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, രാഷ്ട്രപതി ഭവൻ, കത്തെഴുതിയത് ഇങ്ങനെയായിരുന്നു. ഞാൻ കേരളത്തിൽ കോഴിക്കോട് താമസക്കാരിയാണ്. എൻ്റെ ലൈഫിലെ ഒരു പ്രാർത്ഥനയുണ്ട്, എനിക്ക് താങ്കളെ ഒന്ന് കാണണം. അതെൻ്റെ ഒരു പ്രാർത്ഥനയാണ്. എനിക്ക് വേറെ മറ്റ് ആവശ്യങ്ങളോ പേപ്പർ പ്രസൻറ്റേഷനോ ഒന്നുമില്ല. ജസ്റ്റ് 2 minutes. ഇന്ത്യ കണ്ട എക്കാലത്തെയും മഹാനായ പ്രസിഡന്റ് താങ്കളാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എനിക്കൊന്ന് കാണണം. ഞാൻ ഇന്ന സമയത്ത്, അതായത് ഓഗസ്റ്റിൽ ഞാൻ ഒരു എക്സിബിഷന് വേണ്ടിയിട്ട് ഡൽഹിയിൽ വരുന്നുണ്ട്. കാരണം സാധാരണ നമുക്ക് അവിടുന്ന് അപ്രൂവൽ കിട്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ് ഡിമാൻഡ് ചെയ്യുക. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ അങ്ങോട്ട് ഡേറ്റ് ഡിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ അത്രയേ ഉള്ളൂ. കത്തെഴുതിയപ്പോൾ പിന്നെ നമ്മൾ കരുതി ഇതോടെ തീരുമല്ലോ. ഒരിക്കലും നമ്മുടെ കത്തുകളൊന്നും രാഷ്ട്രപതി ഭവനിൽ അങ്ങനെ വായിച്ച് അതിനൊരു അപ്രൂവലൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഡൽഹിയിലെത്തി. ഡൽഹിയിൽ നിന്ന് അന്നും എനിക്ക് അവിടെ റിലേറ്റീവ്സ് ഉള്ളതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് എന്നെ കയറ്റി വിടുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരുവിധം ക്ഷേത്രങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തവളാണ് ഞാൻ. തനിയെ യാത്ര ചെയ്യും. വൈഷ്ണവ് ദേവി, നേപ്പാൾ, പിന്നെ ഒരുപാട് കാളിഘട്ടിലും ഒക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വരും. കാരണം എൻ്റെ ലക്ഷ്യം എനിക്ക് തനിയെ പോയാലേ ഉള്ളൂ എനിക്കത് ആസ്വദിച്ച് യാത്ര വരാൻ പറ്റുള്ളൂ. മറ്റുള്ളവരുണ്ടെങ്കിൽ ഞാൻ ബാക്കിയുള്ളവരെ കൂടി കുറച്ച് കെയർ ചെയ്യുമ്പോഴും എൻ്റെ ആ ലക്ഷ്യത്തിനൊരു തടസ്സം മാറും. എനിക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ യാത്രകൾ എനിക്ക് ആസ്വദിക്കാം. അങ്ങനെ ഞാൻ ഈ എക്സിബിഷനൊക്കെ തനിയാണ് പോവാറ്. ഡൽഹിയിലെത്തി. എൻ്റെ ഒരു റിലേറ്റീവ് കാർ വന്നിരുന്നു. പോകുമ്പോഴാണ് രാഷ്ട്രഭവനിൽ നിന്ന് കോൾ വരുന്നത്. എനിക്ക് ഹിന്ദി സംസാരിക്കാൻ മര്യാദക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ എനിക്ക് ഷോക്കിംഗ് ആയിരുന്നു. രാഷ്ട്രപതി ഭവനിലാണ് നിങ്ങൾ ഇന്ന ഡേറ്റിന് പ്രസിഡന്റിനെ കാണാനുള്ള അപ്രൂവ്ഡ് ഉണ്ട്. ഒരു 10:30 ടൈം, രാവിലെ ഒരു ടൈം അവർ തന്നിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. പിറ്റേ ദിവസം ഞാൻ സമയത്ത് അവിടെ എത്തി. അതിൻ്റെ ഫസ്റ്റ് എൻട്രി തൊട്ടിട്ട് അവിടെ ലാസ്റ്റ് എൻട്രി വരെ എൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ എൻട്രിയിൽ എന്നെ വിട്ടു. അവിടെ രാഷ്ട്രപതി ഭവന മുറ്റത്തിറങ്ങിയപ്പോൾ നമ്മൾ റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേൻ്റെ പരേഡിനൊക്കെ പോകുന്ന പോലെ ഉള്ള തലപ്പാവൊക്കെ കെട്ടിയ ആൾക്കാർ വളരെ അവരുടെ ആ തല കുനിഞ്ഞിട്ട് താഴെ തൊടുന്നതിൽ അത്രയും റെസ്പെക്റ്റോട് കൂടിയാണ് നമ്മളെ കൊണ്ടുപോയി ഉള്ളിലെത്തിയപ്പോഴേക്കും നമുക്ക് കുടിക്കാനുള്ളത് തരും. എൻ്റെ മുൻപേ ഒരു ഉറുദു കവിയുണ്ട്, വിങ്സ് ഓഫ് ഫയർ. അങ്ങേര് ഉറുദുലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങേരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനെ കൊണ്ടുപോയി ആദ്യം, എന്നെക്കാൾ മുൻപേ വന്നതല്ലേ, കൊണ്ടുപോയി അതേ സ്പീഡിൽ തിരിച്ചു വന്നിട്ടുണ്ട് അയാൾ. കാരണം പുസ്തകത്തിൻ്റെ പൊതിയൊക്കെ അഴിച്ചിട്ടാണ് അവർ കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ കരുതി ഇങ്ങനെ ഇത്ര പെട്ടെന്നാണെങ്കിൽ പിന്നെ ഞാനും റെഡിയായി നിന്നു ഇതേപോലെ ഒരു ഓട്ടത്തിന്. പക്ഷെ ഞാൻ ചെന്നതും അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് എന്നോട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇരുന്നു. പിന്നെ അങ്ങ് സംസാരിച്ചു 45 minutes, 45 മിനിറ്റാണ് അങ്ങേര് എന്നോട് സംസാരിച്ചത്. പിന്നെ നമ്മൾ ഭയങ്കര ഫ്രണ്ട്സായി. എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് എനിക്കറിയില്ല. കേരളത്തിലെ സ്ത്രീകളുടെ സാധ്യതകൾ, അവരുടെ ജീവിത രീതികൾ, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള എൻ്റെ ഡ്രീം, എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ നാളേക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും,
അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് അറിവൊന്നുമില്ല, എനിക്ക് ഫ്ലോറിക്കൾച്ചറിൽ കൃഷിയുടെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അത് വെച്ചിട്ട് ഞാൻ 10 പേരെ ഓരോ വർഷവും 10 പേർക്കുള്ളൊരു ജീവിതം എങ്ങനെയെങ്കിലും കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു. 45 മിനിറ്റ് സംസാരിച്ചു. അപ്പം ഞാൻ എൻ്റെ ഇൻകം മൊത്തം മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് ഭക്ഷണം വെച്ച് കൊണ്ടുപോയി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലുക്കീമിയ വാർഡിൽ എവറി സാറ്റർഡേ ഞാൻ ആഹാരം 150 പേർക്കുള്ള ആഹാരം പാചകം ചെയ്ത് കൊണ്ടുപോയി സെർവ് ചെയ്ത് തിരിച്ചു വരികയായിരുന്നു. അതൊക്കെ പറഞ്ഞു ഞാൻ. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഇമ്പ്രസീവായി. യു ആർ എ ഗോൾഡ് മൈൻഡഡ് ലേഡി എൻ്റെ അടുത്ത് പറഞ്ഞ വാക്ക് അതാണ് എൻ്റെ ലൈഫിൽ ഞാൻ കേട്ട ഏറ്റവും മഹത്തായ വാക്ക്. ആ കൂടിക്കാഴ്ചയായിരുന്നു പിന്നീട് ബിസിനസ്സിലോട്ട് എൻട്രി നടത്താനും ഭയങ്കര ആത്മധൈര്യം എനിക്ക് കിട്ടി. ഭയങ്കര. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കേരളത്തിൽ വരുമ്പോൾ എന്നെ വീണ്ടും വന്ന് കാണണം, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതെന്നോ ഒന്നുമില്ല, ഫോട്ടോ വേണ്ടേ ചോദിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു സാർ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. എനിക്ക് ശരിക്കും സെപ്റ്റംബർ 15 നമ്മളെ റിക്കാർഡിലൊക്കെ വേറെയാണല്ലോ. അങ്ങനെയാണ് ബുക്ക് എഴുതി. അപ്പോൾ തന്നെ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് മലയാളം ബുക്ക് ഇരിക്കുക ചോദിക്കും. നന്നായി മലയാളം തമിഴ് സംസാരിക്കും. ഇഗ്നൈറ്റഡ് മൈൻഡ്സ് പറഞ്ഞ ബുക്കിൽ ഡിയർ അംബിക രമേശ് എന്ന് എഴുതിയിട്ട് കറക്റ്റ് അദ്ദേഹം ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്ത് എഴുതുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പിന്നെ ഹസ്ബൻഡിനെ കുറിച്ച്, അവരുടെ ലൈഫ് സ്റ്റൈല്, കുട്ടികളെക്കുറിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് കൊച്ചുമോനുണ്ട്, അവൻ്റെ ഫോട്ടോ ഒക്കെ കാറിലുണ്ട്. അതൊക്കെ എടുപ്പിച്ചു. എൻ്റെ പ്രോഡക്റ്റൊക്കെ എടുപ്പിച്ചു. കാറിൽ നിന്ന് എല്ലാം എടുപ്പിച്ചു. കാരണം എൻ്റെ പ്രോഡക്റ്റ് എന്നിട്ട് എൻ്റെ മേലെ സൈൻ ചെയ്ത് തന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കരുതേന്ന്. പിന്നെ നെക്സ്റ്റ് ടൈം കൊച്ചിയിലായിരുന്നു വന്നത് അദ്ദേഹം. ആ സമയത്ത് എനിക്ക് കാണാൻ പെർമിഷൻ കിട്ടി. എൻ്റെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു നിങ്ങൾ ഇവരെ പ്രൊമോട്ട് ചെയ്യണം. എനിക്ക് കത്തെഴുതുമായിരുന്നു. എൻ്റെ അടുത്ത് ഒരിക്കലും എനിക്ക് എഴുതി നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഒരു കുടത്തിൽ ഒഴിച്ചു വെച്ച വെള്ളം പോലെ ആവരുത്. അതിൽ വെള്ളം ഒഴിച്ചു വെച്ചാൽ അതിങ്ങനെ താഴ്ന്ന് വറ്റിപ്പോവുകയും ചളി കൂറുകയും ചെയ്യും. അത് പൊട്ടിച്ച് നിങ്ങളൊരു വലിയ നദിയിലേക്ക് ഒഴുകണം. അങ്ങനെയുള്ള ഒരുപാട് അദ്ദേഹം എൻ്റെ ലൈഫിൽ എൻ്റെ പുണ്യം, ജന്മപുണ്യം എന്നൊക്കെ പറയില്ലേ, അത് അദ്ദേഹം.